നമസ്കാരം. വ്യായാമം ചെയ്യാതിരിക്കുന്നതിന് പ്രധാനമായി എല്ലാവരും പറയുന്ന കാരണം സമയമില്ലായ്മയാണ്. സമയക്കുറവാണ് വ്യായാമം ചെയ്യാതിരിക്കാൻ എല്ലാവരും പറയുന്ന ഒരു കാരണം. ശരിയല്ലേ? പ്രമേഹ രോഗത്തിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമല്ല, പ്രമേഹ രോഗം തടയുന്നതിനും പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും വ്യായാമത്തിൻ്റെ സ്ഥാനം, വ്യായാമത്തിന് എത്ര പ്രധാനപ്പെട്ടൊരു സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. പ്രത്യേകിച്ച് ശരീരം കാര്യമായി അനങ്ങാതെ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ, ഓഫീസിൽ മിക്കവാറും സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, നമ്മൾ ഡോക്ടർമാരുൾപ്പെടെ നമുക്കൊക്കെ സമയം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഫലപ്രദമായ കാർഡിയോവാസ്കുലർ, അതായത് ഹൃദ്രോഗം തടയാൻ സാധ്യമാകുന്ന വ്യായാമങ്ങൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ ഈ പതിപ്പിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു പരിപാടി. ഒരു 20 മിനിറ്റ് പ്ലാൻ, 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ ഫലപ്രദമായി വ്യായാമങ്ങൾ ചെയ്യാം. ഈ പറയുന്ന 10 വ്യായാമങ്ങളിൽ ബഹുഭൂരിപക്ഷവും വെറും 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വ്യായാമങ്ങളാണ്. വെറും ഈ 2 മിനിറ്റിൻ്റെ വ്യായാമങ്ങളും പിന്നെ തുടക്കം മാത്രമേ 3 മിനിറ്റിൻ്റെ സ്ട്രെച്ചിങ്, അതായത് എല്ലാ മാംസപേശികളും സന്ധികളും നല്ലപോലെ ഒന്ന് അയവ് വരുത്താൻ സഹായകരമാവുന്ന സ്ട്രെച്ചിങ് ആദ്യത്തെ 3 മിനിറ്റ് ഒഴികെ ബാക്കിയെല്ലാം 2 മിനിറ്റേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ 1 മിനിറ്റിൻ്റെ ഒരു ആബ്സും, അതായത് വയറ് ചാടാതിരിക്കാനും അത് ചാടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായകരമാവുന്ന ഒരു ആബ്സും നമ്മളിവിടെ ഇതിൽ ഈ ഒരു എക്സസൈസ് പ്രോഗ്രാമിൽ 20 മിനിറ്റ് എക്സസൈസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അന്തരീക്ഷം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇതൊരു പുതുമയുള്ളതിൻ്റെ അന്തരീക്ഷമാണെന്ന് നിങ്ങളെല്ലാവരും കണ്ടു. എറണാകുളത്ത് കടവന്തറയിൽ സ്ഥിതി ചെയ്യുന്ന ടൈറ്റിൽ ബോക്സിംഗ് ക്ലബ്ബ് ആൻഡ് ഹെൽത്ത് സെൻറ്റർ എന്നുള്ള സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളോടൊപ്പം കഴിഞ്ഞ തവണ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത ശ്രീ രാമു, അദ്ദേഹം ട്രെയിനർ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ട്രെയിനേഴ്സിൽ ഒരാളാണ്. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹമാണ് ഇന്നത്തെ ഈ ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു എക്സസൈസ് പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. വളരെ ലളിതമായി വേറെ ഒരു ഉപകരണങ്ങളുടെയും സഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലോ ഈവൻ ഓഫീസിൽ പോലും ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്സിന് ഇത്രയും ഫലപ്രദമായ ഒരു വ്യായാമ രീതി ഒരു പക്ഷേ ഉണ്ടാവില്ല എന്ന് തന്നെ വേണം പറയാൻ. ആൻഡ് ഇത്രയും ചെറിയ സമയച്ചെലവിൽ വെറും 20 മിനിറ്റ്സ്. അപ്പോൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഈവൻ ബിഫോർ യു സ്റ്റാർട്ട് സ്ട്രെച്ചിങ് തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പെങ്കിലും ചെറു ചൂടുള്ള വെള്ളം 1-2 ഗ്ലാസ് കുടിക്കുക. എന്നിട്ട് അരമണിക്കൂർ കാത്തിരുന്നതിന് ശേഷം സ്ട്രെച്ചിങ്ങിലേക്ക് കടക്കുക. അപ്പോൾ ആദ്യത്തെ ഭാഗമായ സ്ട്രെച്ചിങ് കാണിക്കാൻ വേണ്ടി ഞാൻ ട്രെയിനറായ ശ്രീ രാമു അവരെ ക്ഷണിക്കുന്നു. പ്ലീസ്. ഓർമ്മയുണ്ടാവും, അദ്ദേഹം കഴിഞ്ഞ തവണ നമ്മുടെ 2 എപ്പിസോഡുകൾ നമ്മളോടൊപ്പം സഹകരിച്ച വ്യക്തിയാണ്, ഇവിടുത്തെ മെയിൻ ട്രെയിനറാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് സ്ട്രെച്ചിങ്. നേരത്തെ പറഞ്ഞ പോലെ വെറും 3 മിനിറ്റിൻ്റെ സ്ട്രെച്ചിങ് പരിപാടിയാണ്. പ്ലീസ്. ഇപ്പോൾ ശരീരത്തിൻ്റെ മോൾ ഭാഗത്തിന് വേണ്ടിയുള്ള സ്ട്രെച്ചിങ്ങാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നട്ടെല്ലിനും തോളുകൾക്കും കൈമുട്ടുകൾക്കും, ഇപ്പോൾ നട്ടെല്ലിൻ്റെ തല മുതൽ തുട വരെ കിടക്കുന്ന ആ ഭാഗം മുഴുവൻ ലാറ്ററൽ സ്ട്രെച്ചിങ്, അതായത് വശങ്ങളിലേക്ക്. ഇതിപ്പോൾ സെർവൈക്കൽ സ്പൈൻ, അതായത് നട്ടെല്ലിൻ്റെ സെർവൈക്കൽ റീജിയൻ, അതിനുള്ള വ്യായാമങ്ങൾ.
രണ്ട് വശങ്ങളിലേക്കും, ഇനി മുൻവശത്തേക്ക് ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ. ഇപ്പോൾ തോളുകൾക്കാണ് വ്യായാമം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രമേഹ രോഗികളെ ബാധിക്കുന്ന ഫ്രോസൺ ഷോൾഡർ വരാതിരിക്കാൻ ഈ വ്യായാമം വളരെ നല്ലതാണ്. സർക്കംഡക്ഷൻ എന്ന് പറയുന്നതാണിത്. ഇത് ഫോർ ആംസ്, റിസ്റ്റ്സ്, ഫിംഗേഴ്സ്. റിസ്റ്റ് ജോയിൻസിന് ഏറ്റവും നല്ല വ്യായാമങ്ങളാണ് ഇവ. ഈ കാണുന്ന പെൽവിസിന് സ്പൈനൽ എക്സ്റ്റൻഷൻ. ലോവർ സെഗ്മെൻറ്റ് സ്ട്രെച്ചിങ്. ഇവിടെ ഹിപ്പ് ജോയിൻറ്റ്സ്, നീ ജോയിൻറ്റ്സ്, ഇവയ്ക്ക് നല്ല സ്ട്രെച്ചിങ് കിട്ടുന്നു. ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിങ്സ്, കൂടാതെ നട്ടെല്ലിനും. ഇവിടെയും നിങ്ങൾക്ക് കാണാം ഹാംസ്ട്രിങ്സ്, ക്വാഡ്രിസെപ്സ് എന്നിവയ്ക്ക്. സ്ട്രെച്ചിങ് വെറും 3 മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ ഫലപ്രദമായി ചെയ്യാം. ശരീരത്തിൻ്റെ 99% ഭാഗവും സ്ട്രെച്ച് ചെയ്ത് അദ്ദേഹം ഇവിടെ കാണിച്ചു. അപ്പോൾ ഇനി സമയമില്ല, സമയം പോരാ എന്നൊന്നും ആരും പറയില്ലല്ലോ. അപ്പോൾ സ്ട്രെച്ചിങ് വെച്ചാണ് നമ്മൾ ഈ എക്സസൈസ് പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ 3 മിനിറ്റിൻ്റെ സ്ട്രെച്ചിങ് കഴിഞ്ഞു. ഇനി വരുന്ന ഏതാനും എക്സസൈസസ് എല്ലാം ഈ 2 മിനിറ്റിൻ്റെ ആയിരിക്കും. ഇനി നമ്മുടെ എക്സസൈസ് പ്രോഗ്രാമിൻ്റെ പരിപാടി 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സ്ക്വാറ്റ് പഞ്ചസ് എന്ന് പറയുന്ന എക്സസൈസാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. മുട്ട് തേയ്മാനമുള്ളവർക്ക്, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, നീ ജോയിൻറ്റിൻ്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവരോ, പിന്നെ ഹിപ്പ് എന്തെങ്കിലും ഡിസീസ്, ഹിപ്പ് ഡിസീസ് ഉള്ളവർ, ഏതെങ്കിലും തരത്തിലുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർ ഈ വ്യായാമം ചെയ്യാൻ പാടുള്ളതല്ല. വ്യായാമ മുറകൾ എന്ത് തുടങ്ങുന്നതിന് മുമ്പും ദയവായി നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിസ്ക്ലെയിമറോടെ വേണം ഞാനിത് അവതരിപ്പിക്കാൻ. അപ്പോൾ 2 മിനിറ്റിൻ്റെ സ്ക്വാറ്റ് പഞ്ചസിന് ഞാൻ ശ്രീ രാമുവിനെ ക്ഷണിക്കുന്നു. അപ്പോൾ സ്ക്വാറ്റ് പഞ്ചസിൽ നിങ്ങൾക്ക് കാണാം, ആദ്യം 90 ഡിഗ്രീസ് മുട്ട് മടക്കിയതിന് ശേഷം ശരീരം താഴേക്ക്, പിന്നെ ശരീരം നിവർത്തി വെച്ചതിന് ശേഷം പഞ്ച് ചെയ്യുന്നു. അപ്പോൾ യു ഫസ്റ്റ് സ്ക്വാട്ട് ആൻഡ് ദെൻ റേസ് യുവർ ബോഡി ആൻഡ് പഞ്ച്. സ്ക്വാട്ട്, പഞ്ച്, സ്ക്വാട്ട്, പഞ്ച്, സ്ക്വാട്ട്, പഞ്ച്. അപ്പോൾ സ്ക്വാറ്റിങ്ങിൻ്റെ ആ പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കാലുകൾ ഇത്രയും അകലത്തിൽ വേണം വയ്ക്കാൻ. ഷോൾഡർ വിഡ്ത്തിനേക്കാളും പൊടിക്ക് കൂടുതലാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വ്യായാമം കിട്ടുന്നത് ശരീരത്തിൻ്റെ ആൻറ്റി ഗ്രാവിറ്റി മസിൽസായ ക്വാഡ്രിസെപ്സിനും ഹാംസ്ട്രിങ്സിനും, പിന്നെ അപ്പർ സെഗ്മെൻറ്റിൽ പെക്ടറൽസ്, പിന്നെ ബൈസെപ്സ്, പിന്നെ ആം ആൻഡ് ഫോർ ആം മസിൽസ്, പിന്നെ ഈ പഞ്ച് ത്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്പർ സ്പൈനൽ മസിൽസ്, ഇവയ്ക്കെല്ലാത്തിനും നല്ല വ്യായാമം കിട്ടുന്നു. ഇപ്പോൾ ആദ്യം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഇത് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യുന്നു. അത്യുഗ്രൻ കാർഡിയോവാസ്കുലർ എക്സസൈസാണത്. കാർഡിയോവാസ്കുലർ എക്സസൈസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അർഹിക്കുന്ന ഒരു എക്സസൈസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട സ്ക്വാട്ട് പഞ്ചസ്. അടുത്തത് മൗണ്ടൻ ക്ലൈമ്പിംഗ്. അപ്പോൾ ആദ്യം
നമ്മൾ സ്ട്രെച്ചിങ് വെച്ച് തുടങ്ങി. അടുത്തത് സ്ക്വാട്ട് പഞ്ചസ്, മൂന്നാമത്തേത് മൗണ്ടൻ ക്ലൈമ്പിംഗ്. അപ്പോൾ ആദ്യം 3 മിനിറ്റ്, പിന്നെ സ്ക്വാട്ട് പഞ്ചസ് 2 മിനിറ്റ്, ഇത് അടുത്തതും ഈ വരുന്ന മൗണ്ടൻ ക്ലൈമ്പിംഗ്, അതായത് മല കയറുന്ന തരത്തിലുള്ള ഒരു എക്സസൈസാണത്. ആ തരത്തിലുള്ള ആംഗ്യങ്ങളാണ് ഈ വ്യായാമത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് 2 മിനിറ്റ് ആയിരിക്കും. പ്ലീസ്. കാണുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നിയേക്കാവുന്ന വ്യായാമങ്ങളാണ് ഇവയൊക്കെ. പക്ഷെ ചെയ്തു തുടങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷേ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന തന്നെയാണ് അതിൻ്റെ പ്രയോജനവും. അത് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്സിന് വേണ്ടി ആർക്കും ഏത് സമയത്തും ഏതൊരു അന്തരീക്ഷത്തിലും ചെയ്യാവുന്ന വ്യായാമങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മൗണ്ടൻ ക്ലൈമ്പിംഗ് 2 മിനിറ്റ് മാത്രം. ഇതിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അപ്പർ സെഗ്മെൻറ്റ് ആൻഡ് ലോവർ സെഗ്മെൻറ്റ് രണ്ടിനും തുല്യമായ രീതിയിൽ വ്യായാമം ലഭിക്കുന്ന ഒരു എക്സസൈസാണത്. അപ്പോൾ ഏതാനും തവണ അദ്ദേഹം ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്ത് വീണ്ടും സ്ട്രെച്ച് ചെയ്ത് ആവർത്തിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടി. തുടക്കക്കാർ വളരെ പതുക്കെ വേണം ഇത് ചെയ്യാൻ, എന്നിട്ട് സാവധാനം ഇതിൻ്റെ വേഗത കൂട്ടിക്കൊണ്ടുവരിക. ഇതോടെ മൗണ്ടൻ ക്ലൈമ്പിംഗ് 2 മിനിറ്റ് തീർന്നിരിക്കുന്നു. അപ്പോൾ മൗണ്ടൻ ക്ലൈമ്പിംഗ് നിങ്ങളിപ്പോൾ കണ്ടു. അതിനുശേഷം സ്പീഡ് റൺ, സ്പീഡിൽ നിപ്പി തന്നെ ഓടുക, പിന്നെ സ്ലോ റൺ, പിന്നെ വീണ്ടും സ്ലോ റൺ, സ്പീഡ് റൺ, പിന്നെ വീണ്ടും സ്ലോ റൺ. അതായത് സ്പീഡ് സ്ലോ സ്പീഡ് സ്ലോ, ഓരോന്നിനും ഈ 2 മിനിറ്റ്. അപ്പോൾ മൗണ്ടൻ ക്ലൈമ്പിങ്ങിന് ശേഷം ആദ്യം സ്പീഡ് റൺ ആയിരിക്കും 2 മിനിറ്റ്, പിന്നെ സ്ലോ റൺ 2 മിനിറ്റ്, പിന്നെ വീണ്ടും സ്പീഡ് റൺ, പിന്നെ വീണ്ടും സ്ലോ റൺ. അപ്പോൾ എല്ലാം കൂടി 8 മിനിറ്റിൻ്റെ നിപ്പി തന്നെയുള്ള ഓട്ടം പല വേഗതകളിൽ. ഓക്കെ, അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്ലോ റണ്ണിൽ നിങ്ങൾ ടോസ്, അതായത് വിരലുകൾ നിലത്തുനിന്ന് പൊക്കുന്നില്ല. യുവർ ടോസ് ആർ ഫിക്സ്ഡ്, 4 ഫുട്ട് ഇസ് ഫിക്സ്ഡ് ഓൺ ടു ദ ഫ്ലോർ. അപ്പം നിലത്ത് തന്നെ ഫിക്സ് ചെയ്യണം. ഏത് വിരലുകളുടെ പാദത്തിൻ്റെ മുൻവശം നിലത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ട് ഹീൽസ് മാത്രം, ഉപ്പുറ്റികൾ മാത്രമേ ഉയർത്തുന്നുള്ളൂ. അത് ദയവായി ശ്രദ്ധിക്കുക. ഇത് സ്ലോ റണ്ണിൽ. സ്പീഡ് റണ്ണിൻ്റെ പ്രത്യേകത ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് സ്പീഡ് റൺ, റൈറ്റ്? ഓക്കെ. സ്പീഡ് റണ്ണിൽ പാദങ്ങൾ ശ്രദ്ധിക്കുക. പാദങ്ങളിൽ ആദ്യം നിലത്ത് പതിയുന്നത്, നിലത്ത് സ്പർശിക്കുന്നത് 4 ഫുട്ടാണ്. അതായത് വിരലുകളോട് ചേർന്നിരിക്കുന്ന ആ ഉരുണ്ടിരിക്കുന്ന ഭാഗം, ബോൾ ഓഫ് ദ ടോ എന്ന് പറയും, ആ ഭാഗമാണ് നിലത്ത് സ്പർശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും അനുയോജ്യമായ പാദരക്ഷകൾ ധരിക്കുക എന്നുള്ളത് നിർബന്ധം. എന്നിട്ട് ഡയബറ്റിക് ഫുഡ് ഡിസീസ് ഉള്ളവർ നിർബന്ധമായും ഡോക്ടറുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റ് എക്സസൈസസ് ചെയ്യാവൂ. ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പീഡ് റൺ. 2 മിനിറ്റ് സ്പീഡ് റൺ ചെയ്തതിന് ശേഷം സ്ലോ റൺ. സ്ലോ റണ്ണിൽ ശ്രദ്ധിക്കുക, പാദങ്ങളുടെ മുൻവശം നിലത്ത് തന്നെ നിലനിർത്തി ഉപ്പുറ്റികൾ മാത്രമേ ഉയർത്തുന്നുള്ളൂ.
അപ്പോൾ സ്പീഡ് റണ്ണും സ്ലോ റണ്ണും പിന്നെ വീണ്ടും സ്പീഡ് റൺ വീണ്ടും സ്ലോ റൺ, അങ്ങനെ ഈ 2 മിനിറ്റ് വീതം 4 വട്ടം ചെയ്തതിന് ശേഷം നമ്മൾ ആബ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും എക്സസൈസുകൾ കഴിയുമ്പോൾ വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് അവർ എക്സസൈസ് പ്രോഗ്രാം. ഇതിലിപ്പോൾ അടുത്തത് ആബ്സ് ആണ്. ആബ്സ് എന്ന് പറയുമ്പോൾ അടിവയറിനും മൊത്തത്തിൽ ഈ ലോവർ സെഗ്മെൻറ്റ് എക്സസൈസസ് ആയിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന ആബ്സ് അങ്ങനത്തെ അല്ല. ലോവർ സെഗ്മെൻറ്റ് മാത്രമല്ല, യു ഓൾസോ ഗെറ്റ് ഇനഫ് എക്സസൈസ് ഫോർ യുവർ അപ്പർ സെഗ്മെൻറ്റ്. ഇത് ചെയ്യുന്നത് നല്ല ഉറപ്പുള്ള ഈ ബെഞ്ചിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കസേരയിലല്ല ഇത് ചെയ്യേണ്ടത്, നല്ല ഉറപ്പുള്ള ബെഞ്ചിൽ തന്നെ ഗ്ലൂട്ടിയായി, അതായത് ചന്തിയുടെ ഭാഗം ഒരു 3/4 ഭാഗമെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള നല്ല ഉറപ്പുള്ള ഒരു ബെഞ്ച് തന്നെ ഇതിന് നിർബന്ധമായിട്ടും വേണം. ഇനി ഇദ്ദേഹം ഇതിലെങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നോക്കാം. അദ്ദേഹം ചെയ്തതിന് ശേഷം എനിക്കൊരു ചെറിയ മോഹം, എനിക്കിത് ചെയ്യണം എന്നൊരാഗ്രഹം. ഞാനിതുവരെ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടില്ല. സോ ഐ എം ട്രൈങ് ടു ഡു ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. കുറവുകളുണ്ടെങ്കിൽ സാധാരണ ക്ഷമിക്കുക. യാ, പ്ലീസ് സ്റ്റാർട്ട് ഓഫ്. ഇത് 1 മിനിറ്റിൻ്റെ പരിപാടിയാണ്. ഈ ആബ്സ് എക്സസൈസ് ഇറ്റ്സ് ഫോർ 1 മിനിറ്റ്. പ്ലീസ് വാച്ച്. ഇവിടെ ശ്വാസം വലിച്ചു വിടുന്നതിലേക്ക് ദയവായി ശ്രദ്ധിക്കുക. മുട്ടുകളുടെ ഫ്ലെക്ഷൻ, അതായത് ഹിപ്പ് ആൻഡ് നീ ഫ്ലെക്ഷൻ്റെ സമയത്ത് ശ്വാസം അകത്തേക്ക് വലിക്കുകയും അത് നീട്ടുമ്പോൾ, കാലുകൾ നീട്ടുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുകയും ആണ് ചെയ്യുന്നത്. ഡൺ. നൗ മേ ഐ ട്രൈ? ഈ മൈക്ക് ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഇരിക്കുന്ന പൊസിഷനാണ് പ്രധാനം. എന്നിട്ട് am I right? Okay. Push front and back. I'm scared I might fall backward. Okay, that's nice. Okay, just now let me try. Good. Breathe out. It's good. Yeah. Move closer. Yes. Good. അപ്പോൾ മുട്ടുകൾ അകത്താൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഐ ക്യാൻ ഫീൽ മൈ ലോവർ ആബ്ഡമൻ ടൈറ്റനിങ്. Chest up. Yes, good. Wow, that was great. Yeah, excellent. അപ്പോൾ we have reached the end of the exercise program. Now we are going to warm down. അപ്പോൾ we started with stretching വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. എന്നിട്ട് പല വ്യായാമ മുറകളിലൂടെയും കടന്നു വന്ന് ഇനിയിപ്പോൾ വാർമിംഗ് ഡൗൺ ആണ്. വാമപ്പിൻ്റെ ഓപ്പോസിറ്റ്. ലെറ്റ്സ് സീ ഹൗ ഹി വാംസ് ഡൗൺ. വീണ്ടും ലാറ്ററൽ ഫ്ലെക്ഷൻ, ഫോർവേഡ് ഫ്ലെക്ഷൻ, ഈ തരത്തിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ. അപ്പോൾ നമ്മൾ തുടങ്ങിയത് സ്ട്രെച്ചിങ്ങിലൂടെയാണെങ്കിലും പിന്നീട് സ്ക്വാറ്റ് പഞ്ചസ്, മൗണ്ടൻ ക്ലൈമ്പിംഗ്, പിന്നെ സ്പീഡ് റൺ, സ്ലോ റൺ, സ്പീഡ് റൺ, സ്ലോ റൺ, ആബ്സ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാം ഡൗൺ. അപ്പോൾ എല്ലാം കൂടി 18 മിനിറ്റ്. എന്നിട്ട് ഇതിന് ശേഷം ഒരു 2 മിനിറ്റിൻ്റെ മെഡിറ്റേഷനും കൂടി കഴിയുമ്പോൾ 20 മിനിറ്റ് തികയും. സോ വി ആർ ഡൺ. ഓക്കെ, ഇനി അടുത്ത് മെഡിറ്റേഷൻ. ദാറ്റ് വുഡ് ബി ദെൻ. മെഡിറ്റേഷൻ എങ്ങനെ, നിലത്തിരുന്നാണോ? അപ്പോൾ നിങ്ങൾ ഈ കണ്ട 9 വ്യായാമങ്ങൾക്ക് ശേഷം ഈ 20 മിനിറ്റ് 20 മിനിറ്റ് എക്സസൈസ് പ്രോഗ്രാമിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് മെഡിറ്റേഷൻ.
മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ധ്യാനം. അപ്പോൾ ധ്യാനിക്കാൻ നമ്മൾ സാധാരണ ഇരിക്കാറുള്ള സുഖാസനം, നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇരിക്കാം, പത്മാസനത്തിലിരിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇരിക്കാം, വജ്രാസനത്തിൽ ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആവാം. സോ വാട്ട് എവർ യു ആർ കംഫർട്ടബിൾ വിത്ത്. ഐ എം റൈറ്റ്? യാ. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ചമ്രം പടിഞ്ഞിരുന്നാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. ആ മെഡിറ്റേഷന് ശേഷം ഒരു റിക്കവറി ഫേസ് ഉണ്ട്. അതിൽ എക്സസൈസസ് ഒന്നുമില്ല, നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യുന്നു എന്ന് മാത്രം. അതിനുശേഷം അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ഡീപ്പ് ബ്രീത്തിങ്. ശ്വാസം ദീർഘമായി അകത്തേക്ക് വലിച്ച് ഏതാനും സെക്കൻഡുകളോളം പിടിച്ച് പിന്നെ പതുക്കെ പുറത്തേക്ക് വിടുന്ന ഒരു പ്രക്രിയ. നമ്മുടെ എക്സസൈസ് പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗമായ ഈ ധ്യാനം 2 മിനിറ്റ് ദൈർഘ്യമുള്ളതാകുന്നു. ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിലാക്കുന്നു. വീണ്ടും അതിൻ്റെ ഗതി കൂട്ടുന്നു. എന്നിട്ട് വീണ്ടും മന്ദഗതിയിലേക്ക് മാറുന്നു. നല്ല റിലാക്സേഷൻ കിട്ടിക്കാണും. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും മെഡിറ്റേഷൻ എന്നുള്ള ഈ സ്റ്റേജ്, ഈ ഘട്ടം തീർന്നിരിക്കുന്നു. അപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞതോടെ നമ്മുടെ ഈ 20 മിനിറ്റ് നീളമുള്ള എക്സസൈസ് പ്രോഗ്രാം അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ്, ഒരു ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാവുന്നതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏതെങ്കിലും ഏത് പഴത്തിൻ്റെ ചാറാണ് വേണ്ടതെന്നുള്ള പലർക്കും സംശയമുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചിലർ മുസംബി ജ്യൂസ് കുടിക്കാറുണ്ട്, പിന്നെ ഓറഞ്ച് ജ്യൂസ് കുടിക്കാറുണ്ട്, ചിലർക്ക് ആപ്പിൾ ജ്യൂസിനോടാണ് പ്രിയം. അപ്പോൾ കഴിവതും വിത്തൗട്ട് എനി ആഡഡ് ഷുഗർ. ട്രൈ ടു ഹാവ് ഇറ്റ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അറ്റ് ഹോം. ആൻഡ് അതിന് വേറെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടോ? വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ചാലും നല്ലതാണ്. മോർ ബെറ്റർ മുസംബി ജ്യൂസും ഓറഞ്ച് ജ്യൂസാണ്. ഓക്കെ. കാരണം അതാകുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ബോഡി കൂളാവും, നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. എനർജിയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് നൈസ്. എന്നിട്ട് അരമണിക്കൂറും കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ, അല്ലേ? കട്ടിയ ആഹാരം കഴിക്കാവൂ. സോ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ മോർണിംഗ് യു ഹാവ് ടു ടൈം ഇറ്റ് അക്കോർഡിംഗ്ലി. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ, ഈ ധ്യാനം എന്നുള്ള ഈ ഘട്ടത്തിന് ശേഷം ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നു, എന്നിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഓക്കെ. ആൻഡ് സോ ആ ഒരു ടൈം ടേബിളിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി നിങ്ങൾക്ക് 1 മണിക്കൂർ കഷ്ടിച്ച്, ദാറ്റ്സ് ഓൾ ഇറ്റ് വിൽ ടേക്ക്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ചെയ്യാൻ സാധിക്കണം. ഇറ്റ് ഷുഡ് ബി പോസിബിൾ. 3 ദിവസമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓ യെസ്. ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്താലും യു ക്യാൻ സീ, കാണാൻ വളരെ ലളിതമായിട്ട് തോന്നാവുന്നെങ്കിലും വിൽ മേക്ക് യു സ്വെറ്റ്. അങ്ങനത്തെ ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കിയതാണത്. ഇറ്റ് വാസ് ഫ്രം ദെയർ വാസ്റ്റ് എക്സ്പീരിയൻസ്.
അവരിപ്പോൾ അത് എഴുതി ഉണ്ടാക്കിയതാണ്. ശ്രീ KS വിനോദ്, അദ്ദേഹമാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അദ്ദേഹവും ശ്രീ രാമുവും കൂടി ഇപ്പോൾ എന്നോടൊപ്പം ഇരുന്നത് ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. വിത്തിൻ 20 minutes യു ഗെറ്റ് ഓൾ ദ എഫക്റ്റ് ഓഫ് ദ കാർഡിയോവാസ്കുലർ എക്സസൈസസ് വിത്തൗട്ട് എനി ഗാഡ്ജറ്റ്സ്, യാതൊരു ഉപകരണങ്ങളും കൂടാണ്ട് തന്നെ. അപ്പോൾ അത്ര നല്ലൊരു എക്സസൈസ് പ്രോഗ്രാം നിങ്ങൾ സ്വന്തം വീടുകളിൽ ഇനി ചെയ്തു തുടങ്ങും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആൻഡ് യു വിൽ ഓൾസോ എൻകറേജ് യുവർ ഫ്രണ്ട്സ് ആൻഡ് യുവർ റിലേറ്റീവ്സ് ടു ഡു ഇറ്റ്. നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടി പ്രേരിപ്പിക്കുക. ഈ ഒരു 20 മിനിറ്റ് മാത്രം നിങ്ങളുള്ള ഈ വ്യായാമമുറ ശീലിപ്പിക്കാൻ അവരെയും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് ഈ പരിപാടി, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല അല്ലേ? അതെ, because we have taken so much of effort and it's extremely useful to you. Have no doubts about that. അപ്പോൾ ശരിക്കും ചോര നീരാക്കി എന്ന് വേണം പറയാൻ. ഇദ്ദേഹം വേർത്തു, ഞാനും വേർത്തു. ഞാൻ ആൻസ് മാത്രമേ ചെയ്തുള്ളൂ, ബട്ട് ഐ എം ഓൾറെഡി സ്റ്റാർട്ടഡ് സ്വെറ്റിംഗ്. സോ ചോര നീരാക്കി നമ്മൾ അവതരിപ്പിച്ച ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഇതിനെക്കുറിച്ച് പറയുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രിപ്ഷൻ, പലപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുമില്ല. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ, ആ ഒരു ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്.